ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സന്തോഷത്തിൻ്റെ ദിവസമാണ്. നമ്മുടെ ഇടവകയിൽ പുതിയ വികാരിയച്ഛൻ ചാർജെടുക്കുന്ന ഈ ദിവസം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ ആയിരിക്കുന്നത്. ഇന്ന് ബഹുമാനപ്പെട്ട ജോസഫ് ജോയ് മാതൃപള്ളിയച്ഛൻ നമ്മുടെ ഇടവകയുടെ വികാരിയെ തൻ്റെ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ അച്ഛന് ഈ വികാരി സ്ഥാനം നൽകാനായിട്ട് ചാർജ് ഏൽപ്പിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ ഫൊറോനയുടെ വികാരി ഏറ്റവും ബഹുമാനപ്പെട്ട പോൾ തുടിയിലച്ഛനാണ്. പോൾ തുടിയിലച്ഛനെ ഈ അവസരത്തിൽ എല്ലാവരുടെയും പേരിൽ ഞാൻ ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇന്ന് വികാരിയായിട്ട് ചാർജെടുക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് ജോയ് മാതൃപള്ളിയച്ഛനെ എല്ലാവരുടെയും പേരിൽ സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ നല്ല നിമിഷത്തിൽ സാക്ഷികളായി എത്തിച്ചേർന്നിട്ടുള്ള നല്ലവരായ സുഹൃത്തുക്കളായ ബഹുമാനപ്പെട്ട ഓൾഫോൺസ് മേരിയച്ഛൻ, ജോർജ് മാതൃപള്ളിയച്ഛൻ, സ്റ്റിനിലച്ഛൻ, എല്ലാ അച്ഛന്മാരെയും ഈ അവസരത്തിൽ ഞാൻ ഏറ്റവും സന്തോഷത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും ഈ കർമ്മങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇടവകയുടെ പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, കേന്ദ്ര സമിതി അംഗങ്ങൾ, അതുപോലെ തന്നെ ഓരോ സംഘടനയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അതിൻ്റെ ഭാരവാഹികൾ, മതബോധനത്തെ പ്രതിനിധീകരിച്ചെത്തിയിട്ടുള്ള കാറ്റഗിസം ടീച്ചേഴ്സ്, അതോടൊപ്പം ഓരോ യൂണിറ്റിൻ്റെയും ലീഡർമാരും ബ്ലോക്ക് ലീഡർമാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നല്ലവരായ എല്ലാ ഇടവകാംഗങ്ങളെയും ഈ അവസരത്തിൽ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമ്മുടെ ഇടവകയിലേക്ക് പുതിയ വികാരിയായി കടന്നു വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട ജോസഫ് ജോയ് അച്ഛൻ, ബഹുമാനപ്പെട്ട ജോർജ് അച്ഛൻ, ഓട്സൺ അച്ഛൻ, സ്റ്റീവൻ അച്ഛൻ, ബ്രദർ ഇടവ വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും നമ്മുടെ കൂടിയിരിക്കുക. ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിക്ക് അനുസരിച്ച് അഭിമന്യ പിതാവിൻ്റെ തീരുമാനപ്രകാരം നമ്മുടെ ബഹുമാനപ്പെട്ട ജോയ് അച്ഛൻ നമ്മുടെ ഇടവകയിലേക്ക് കടന്നുകൊണ്ട് ഈ ഇടവകയുടെ സ്ഥാനത്തേക്ക് ഏറ്റെടുക്കുകയാണ്. അത് സാക്ഷി വഹിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. ഈ അവസരത്തിൽ നമ്മുടെ ഇടവകയിൽ ഏതാണ്ട് 1 വർഷവും 3 മാസക്കാലവും സേവനം ചെയ്തുകൊണ്ട് കടന്നു പോകുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് പിതാവിൻ്റെ പേരിലും ഫൊറോനയുടെ പേരിലും ഈ ഇടവ മക്കളുടെ എല്ലാവരുടെയും പേരിലും അധികം നന്ദി പറയുവാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ജോസഫ് അച്ഛൻ ആദ്യമായിട്ടാണ് വികാരിയായി ഒരു പള്ളിയിൽ സേവനം ആരംഭിച്ചത്. അത് ഈ ദേവാലയത്തിൽ വെച്ചാണ്. മറ്റ് ദേവാലയങ്ങളിൽ അധികം ഏതാണ്ട് 5 സ്ഥലങ്ങളിൽ നേരത്തെ ഉചിതനായിട്ട് സേവനം ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം കണ്ട അധികാരികൾ അദ്ദേഹത്തെ വികാരിയായിട്ട് നമ്മുടെ ഇടവകയിലാണ് ആദ്യമായിട്ട് നിയമിച്ചത്. അച്ഛൻ നിന്നുള്ള കാലഘട്ടമെല്ലാം വളരെ ഭൂമിയായ രീതിയിൽ ഇടവകയിൽ നയിക്കുവാനായിട്ട് ഇടയായി. അതുവഴിയായിട്ട് ഒരു എല്ലാ നന്മകളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുവാനായിട്ട് പ്രധാനമായി തീർന്നു. അച്ഛൻ നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ള എല്ലാ നന്മകൾക്കും ത്യാഗമനോഭാവത്തിനും എല്ലാത്തിനും എല്ലാവരുടെയും പേരിൽ പ്രത്യേകം അച്ഛൻ നന്ദി പറയുകയാണ്. അച്ഛൻ പുതിയ സ്ഥലത്തേക്ക് പോവുകയാണ്. വെള്ളിയാങ്കര പള്ളിയിലേക്കാണ് അച്ഛൻ കളമശ്ശേരിയിലുള്ള പള്ളിയിലേക്ക് അദ്ദേഹം പോകുന്നത്. അവിടെയും ഇതിനേക്കാൾ കൂടുതൽ നല്ല കാര്യങ്ങളെല്ലാം ചെയ്യുവാനും അതാവേണ്ടി സേവനം ചെയ്യുവാനും യേശുവിന് സാക്ഷി വഹിച്ചുകൊണ്ട് ചെയ്യുവാനായിട്ട് അച്ഛന് സാധിക്കണമെങ്കിൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളാണ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. നമുക്കറിയാം, ഇന്നത്തെ ലോകത്തിൽ യേശുവിനെ സാക്ഷി വഹിച്ചുകൊണ്ട് ജീവിക്കുക എന്നാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എന്നും എല്ലായിടത്തും എവിടെയും നമ്മൾ കാണുക ലൗകികതയാണ്. ലോകത്തിൻ്റെ യഥാർത്ഥനുസരിച്ചുള്ള ജീവിതവും പ്രവർത്തനങ്ങളെല്ലാമാണ് നമ്മൾ കാണുക. അതിനിടയിൽ
കർത്താവിൻ്റെ ചൈതന്യം സ്വീകരിച്ചു ജീവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതെല്ലാം നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിലവാണ് ഈ കാര്യമുണ്ടാകേണ്ടത്. അച്ഛന് വേണ്ടി എല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന കാര്യം ഓർമ്മിക്കുക. ജീവിതത്തിൻ്റെ ആരംഭകാലഘട്ടമാണ്. ഈ ആരംഭകാലഘട്ടത്തിന് പ്രോത്സാഹനങ്ങളും സഹകരണ മനോഭാവമെല്ലാമാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് അച്ഛനെ പ്രേരിപ്പിക്കുക, അച്ഛനെ സഹായിക്കുക. അപ്പോൾ എല്ലാം സഹായമുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഇടവകയിൽ കുറേ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് അച്ഛന് കടന്നു പോകാൻ സാധിച്ചു. അടുത്ത ഇടവകയിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് അച്ഛനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും അച്ഛനെ പ്രാർത്ഥിക്കുന്ന കാര്യം ഓർമ്മിക്കുക. പുതുതായിട്ട് നമ്മുടെ ഇടവകയിൽ നടന്നു വന്നിട്ടുള്ള ജോസഫ് ചോദിച്ച് ഞാൻ ഒന്നും പറയേണ്ട കാര്യമില്ല. അച്ഛനിവിടെ ഈ ദേവാലയം ആശീർവദിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ഇരുപള്ളി പള്ളിയിലെ കൊച്ചച്ഛനായിട്ട് സേവനം ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അച്ഛനറിയാം. അച്ഛനെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഓടി നടന്ന് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് വളരെയധികം താല്പര്യം കാണിക്കുന്ന ചോദിച്ച് നിറവേറ്റുന്നതിനും വളരെ ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് ഓടി നടന്ന് പ്രവർത്തിക്കുന്നു. ആ മനോഭാവത്തിന് അതിനെ ശരിയായ രീതിയിൽ ഫലം കണ്ടെത്തുവാൻ സാധിക്കണമെങ്കിൽ ഇടവകളായ നമ്മുടെ എല്ലാവരും സഹകരണം ആവശ്യമാണ് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. നമ്മൾ സഹകരിക്കുന്നില്ല എങ്കിൽ ഏത് കഴിവുള്ള അച്ഛനായാലും ഒന്നും ചെയ്യാൻ പറ്റാതെ നടന്നു പോകുന്ന അവസ്ഥ നമുക്ക് ചെയ്യും. അത് ഉണ്ടാകുന്നത് നമ്മുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്നും ഇതിനോട് സഹകരിച്ച് പ്രവർത്തിച്ച് നമ്മുടെ ഇടവകയെ ഹിന്ദുവിലേക്ക് നന്മയിലേക്ക് നയിക്കുവാനായിട്ട് കാരണമായി തീരണമെന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുക. നമ്മുടെ സഹകരണം തുടർന്നുകൊണ്ടെങ്കിൽ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള പ്രേരണയായിരിക്കും. അത് നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള താല്പര്യം ഉണ്ടാകുവാനുള്ള കാരണമായി തീരും. അതിന് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളാണ് സാധിച്ചെടുക്കുവാൻ കഴിയുക. അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണവും സ്നേഹവും സഹകരണവും ഭാവമെല്ലാം ഉണ്ടാകണമെന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. നമ്മുടെ ചോദിച്ചതിന് എല്ലാവരുടെയും പേരിൽ നമ്മുടെ ഈ ഇടവകയിലേക്ക് ഫോണിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. അച്ഛനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ഇടവകയെ പ്രധാനം ഇഷ്ടപ്പെട്ട രീതിയിൽ മുന്നോട്ട് നയിക്കുവാൻ കൂടുതൽ നന്മ ചെയ്യുവാനായിട്ട് അച്ഛനെയും ദൈവം പ്രാപ്തനാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുക. ഇവിടെ തന്നെ അവരുടെ ചോദിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് നമ്മുടെ ഇടവകയുടെ സാന്നിധ്യം ഏറ്റെടുക്കുകയാണ്. അങ്ങനെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അച്ഛന് അവരുടെ ജോസഫച്ചൻ ഈ ദേവാലയത്തിൻ്റെ താക്കോൽ സത്രാജിൻ്റെ താക്കോൽ രണ്ടും ഏൽപ്പിച്ചുകൊണ്ട് ഈ ഇടവകയുടെ സാന്നിധ്യം ഏറ്റെടുക്കുന്ന പ്രത്യേകമായിട്ട് നമ്മൾ വഹിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം ദരിദ്രന്മാരുടെ ആശീർവാദത്തിന് ശേഷം ഭഗവാനോട് ചോദിച്ചു നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. അതോടുകൂടെ ഇന്നത്തെ ധർമ്മങ്ങളെല്ലാം അവസാനിക്കുക. ഉടൻ തന്നെ ഭഗവാനോട് ചോദിച്ച് സത്യപ്രതിജ്ഞയിൽ നമ്മുടെ ഇടവകയുടെ സാന്നിധ്യം ഏറ്റെടുക്കുകയാണ്. ജോസഫ് ജോയ് മാതിരപ്പള്ളി അച്ഛനായ ഞാൻ വിശ്വാസ പ്രമാണത്തിലുള്ള എല്ലാ സത്യങ്ങളും പൊതുവായും പ്രത്യക്ഷമായും ഉറപ്പായി വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. അതായത് ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകനാഥനും ദൈവപുത്രനും ഏകജാതനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യയിൽ ഏകനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് വഴിയായി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം ധരിച്ച് മനുഷ്യനായി പിറന്നു. പൊന്തിയോസ് പീലാത്തോസിൻ്റെ ഭരണത്തിന് കീഴിൽ നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച്
ക്രൂശിതനായി മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങളനുസരിച്ച് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗാരോഹണം ചെയ്തു. പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് പ്രതാപത്തോടെ വീണ്ടും വരുമെന്നും അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ലെന്നും ഞാൻ വിശ്വസിക്കുന്നു. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുന്നു. മരിച്ചവരുടെ ഉയർപ്പും പരലോക ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമീൻ. വിശ്വാസവും സന്മാർഗവും സംബന്ധിച്ച് സഭ ഔദ്യോഗികമായി അധ്യവസാനം ചെയ്ത് പ്രഖ്യാപിച്ചിട്ടുള്ളതോ തൻ്റെ പ്രബോധന അധികാരം ഉപയോഗിച്ച് ഉറപ്പിക്കുകയും ചെയ്തിട്ടുള്ളതുമായ എല്ലാ സത്യങ്ങളും, പ്രത്യേകിച്ച് ക്രിസ്തുവിൻ്റെ സഭയാകുന്ന രഹസ്യത്തെയും ഉദാശകളെയും ദിവ്യബലിയെയും റോമാ മാർപ്പാപ്പയുടെ പരമാധികാരത്തെയും സംബന്ധിച്ച പഠനങ്ങളും സഭ പഠിപ്പിക്കുന്ന വിധത്തിൽ തന്നെ ഞാൻ അംഗീകരിക്കുകയും ഉറപ്പായി വിശ്വസിക്കുകയും ചെയ്യുന്നു. ആറാട്ടുവഴി ക്രിസ്തുരാജ ഇടവകയുടെ വികാരിയായി നിയമിതനായ ഞാൻ ജോസഫ് ജോയ് മാതിരപ്പള്ളി എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരങ്ങളും കടമകളും ചുമതലകളും ദൈവത്തിൻ്റെ അനുഗ്രഹത്താലും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മധ്യസ്ഥയാലും ഇടവകയുടെ മധ്യസ്ഥ ക്രിസ്തുരാജിൻ്റെ സഹായത്താലും എൻ്റെ കഴിവനുസരിച്ച് നിർവഹിച്ചു കൊള്ളാമെന്ന് ഇതിനാൽ ഞാൻ സത്യം ചെയ്തു പറയുന്നു. ഇപ്രകാരം ഞാൻ ഏറ്റുപറയുന്നു. ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ദൈവം എന്നെ സഹായിക്കട്ടെ. ഈ വിശുദ്ധ സുവിശേഷവും എന്നെ സഹായിക്കട്ടെ. ജ്ഞാനം കൈമാറുന്നതിൻ്റെ വിജയകരമായിട്ട് ഈ ദേവാലയത്തിൻ്റെ താക്കോലും അതുപോലെ സുന്ദരിയായ നമ്മുടെ സക്രാരിയുടെ താക്കോലും ബഹുമാനപ്പെട്ട മനോജൻ ജോസഫ് ജോയി അച്ഛനെ ഏൽപ്പിക്കുകയാണ്. ഞങ്ങൾ
പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. വണങ്ങുക സാഷ്ടാംഗം വീണുന കേട്ടം മഹത്താമി ഉദാശയിൽ നവ്യനിയമത്തി കർമ്മങ്ങൾ വന്നന്നു പൂർവികം സാദരം മാറിനിൽക്കൂ. ഇന്ദ്രിയങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പിതാവിന്റെ സ്മാരകമായ സ്മയാപകമായ ഉദാശനങ്ങൾ നൽകി അങ്ങയുടെ പരിത്രാണത്തിന് നിരന്തരം അനുഭവിക്കുമാണ്. അങ്ങയുടെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും ദൈവരഹസ്യങ്ങൾ എന്നും മണങ്ങുവാൻ അനുഗ്രഹം നൽകണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരാധന യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന യേശുവേ, ആരാധന 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 യേശുവേ. പെരിയ ബഹുമാനപ്പെട്ട പ്രവർത്തകരെ പോർത്തുഗീലച്ച എൻ്റെ സഹപാഠികളായ പോസ്റ്റലച്ച ജോർജ് മാതൃപ്പിള്ളിച്ച റോഡിലച്ച ഈടോകാരമായ വെച്ച പ്രിയ സഹോദരി സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട പോർത്തുഗീലച്ച ഈ പദവിയുടെ കാര്യം
ഈ ഇടവകയുടെ ചാർജ് ഏറ്റെടുക്കുന്നതിനോടനുബന്ധിച്ച് അച്ഛനെ ഞാൻ വിളിക്കുകയും കാണുകയൊക്കെ ചെയ്തപ്പോൾ വളരെ സന്തോഷത്തോടെ എന്നെ സ്വീകരിക്കുകയും വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും തരികയും ഇന്ന് ഇവിടെ വന്ന് ഈ ചടങ്ങിന് നേതൃത്വം നൽകുകയും ചെയ്ത ബഹുമാനപ്പെട്ട കൊറോണ വിനയിച്ച് എല്ലാവരുടെയും പേരിൽ ഏറ്റവും കൃത്യമായി നന്ദി അർപ്പിക്കുന്നു. അതുപോലെ ഇന്ന് ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന നമ്മുടെ സഹപാഠികളായ ജോർജച്ചൻ്റെ സഹപാഠി മാത്രമല്ല എൻ്റെ കസിൻ കൂടിയാണ്. അതുപോലെ പോൾസനച്ചൻ, റോഡിയച്ചൻ, സ്റ്റില്ലച്ചൻ ഒക്കെ എല്ലാവർക്കും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. അതുപോലെ പ്രധാനാധികാരി അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഏകദേശം ഒരു വർഷത്തിലധികം ഈ കൊറോണ സമയത്ത് ശാന്തമായി ഇടവകയെ നയിച്ച നിങ്ങളുടെ വികാരിയച്ഛൻ എല്ലാവരുടെയും പേരിൽ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. ഈ ഇടവക എന്നെ സംബന്ധിച്ചിടത്തോളം അന്യമല്ല. 2000 ആണ്ടിൽ ഈ ഇടവക ഈ പള്ളി വെച്ചിരിക്കുമ്പോൾ വില്യമച്ചൻ്റെ കൂടെ ഞാനിവിടെ സഹവികാരിയായിട്ടുണ്ട്. ആ കാലങ്ങളിൽ ഇവിടെ തിരുവിലി ആരംഭിച്ചപ്പോൾ മുതൽ ഇവിടെ തിരുവിലി അർപ്പിക്കാൻ വരികയും ഇവിടെ എല്ലാ വീടുകളും വെച്ചിരിക്കുകയും എല്ലാവരുമായിട്ടൊക്കെ എനിക്ക് നല്ല പരിചയമുള്ളതാണ്. ആ സൗഹൃദം പുതുക്കുവാൻ വീണ്ടും ഊട്ടിയുറപ്പിക്കുവാനൊക്കെ ദൈവം വീണ്ടും നമുക്ക് അവസരം തന്നിരിക്കുകയാണ്. അതിന് സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു. നമുക്ക് ഇടവകയുടെ നാഥനായ ക്രിസ്തുരാജൻ്റെ കുടിക്കീഴിൽ സ്നേഹത്തോടെ സൗഹാർദ്ദതയോടെ ഒരു കുടുംബമായി അണിനിരക്കാം. അതിന് ക്രിസ്തുരാജൻ നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. പ്രിയപ്പെട്ടവരെല്ലാവർക്കും ഇതിന് ശേഷം ചായ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വൈദികർക്ക്, പള്ളി ഇടവകാംഗങ്ങൾക്കും മറ്റുള്ളവർക്കും നമ്മുടെ പാരിഷ് ഹാളിലും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി. ജോസ്മോൻ ജോർജ് പറഞ്ഞതായ ഞാൻ വിശ്വാസ പ്രമാണത്തിലുള്ള എല്ലാ സത്യങ്ങളും പൊതുവായും പ്രത്യേകമായും ഉറപ്പായി വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. അതായത്, ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവും സർവശക്തനുമായ പിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകനാഥനും ദൈവപുത്രനും ഏകജാതനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യലേഖനമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് വഴിയായി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം ധരിച്ച് മനുഷ്യനായി പിറന്ന് പോന്തിയൂസ് പിലാത്തോസിന്റെ ഭരണത്തിന് കീഴിൽ നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് ക്രൂശിതനായി മരിച്ച് അടയ്ക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങളനുസരിച്ച് 3-ാം നാൾ ഉയർത്ത് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് പ്രതാപത്തോടെ വീണ്ടും വരുമെന്നും അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ലെന്നും ഞാൻ വിശ്വസിക്കുന്നു. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും
പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായുള്ള ഏക ജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുന്നു. മരിച്ചവരുടെ ഉയർപ്പും പരലോക ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. വിശ്വാസവും സന്മാർഗവും സംബന്ധിച്ച് സഭ ഔദ്യോഗികമായ അധ്യവസാനം ചെയ്ത് പ്രഖ്യാപിച്ചിട്ടുള്ളതും തന്റെ പ്രബോധനാധികാരം ഉപയോഗിച്ച് ഉറപ്പിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളതുമായ എല്ലാ സത്യങ്ങളും, പ്രത്യേകിച്ച് ക്രിസ്തുവിൻ്റെ സഭയാണെന്ന രഹസ്യത്തെയും ഉദാശകളെയും ദിവ്യവിധിയെയും റോമാ മാർപ്പാപ്പയുടെ കടമാധികാരത്തെയും സംബന്ധിച്ച പഠനങ്ങളും സഭ പഠിപ്പിക്കുന്ന വിധത്തിൽ തന്നെ ഞാൻ അംഗീകരിക്കുകയും ഉറപ്പായി വിശ്വസിക്കുകയും ചെയ്യുന്നു. വിമലാംബിക പള്ളിയുടെ പ്രീസ്റ്റ് ഇൻചാർജായി നിയമിതനായ ഞാൻ ഫാദർ ജോസ് ജോർജ് പഴത് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരങ്ങളും കടമകളും ചുമതലകളും ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മധ്യസ്ഥതയാലും നമ്മുടെ അതിരൂപതയുടെ മധ്യസ്ഥനായ യോസേപ്പിതാവിൻ്റെ മധ്യസ്ഥതയാലും ഈ ഇടവകയുടെ മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സഹായത്താലും എൻ്റെ കഴിവനുസരിച്ച് നിർവഹിച്ചു കൊള്ളാമെന്ന് ഇതിനാൽ ഞാൻ സത്യം ചെയ്ത് പറയുന്നു. ഇപ്രകാരം ഞാൻ ഏറ്റുപറയുന്നു, ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ദൈവം എന്നെ സഹായിക്കട്ടെ. ഈ വിശുദ്ധ സുവിശേഷവും എന്നെ സഹായിക്കട്ടെ. ബഹുമാനപ്പെട്ട സക്കറിയാസ് അച്ഛ, ഡഗ്ലസ് അച്ഛ, ഡൊമിനിക് അച്ഛ, ജോസഫ് പള്ളിപ്പറമ്പ് അച്ഛ, സ്റ്റേജ് അച്ഛ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ ഇടവകാംഗങ്ങൾ, ആറാട്ടുവഴി ക്രിസ്തുരാജ ഇടവകയിൽ ചേർന്ന സഹോദരന്മാരെ, വളരെ സന്തോഷത്തോടു കൂടെ തന്നെയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. അഭിമന്യ പിതാവ് എന്നിൽ പുതിയൊരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുമ്പോൾ അത് ദൈവാനുഗ്രഹത്തോടെ സ്വീകരിക്കാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ എനിക്ക് സാധിച്ചു എന്നതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നെ അറിയിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട സക്കറിയാസ് പാട്ടരാജനെ ഞാൻ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തപ്പോൾ വളരെ സന്തോഷത്തോടുകൂടെ തന്നെ അച്ഛൻ എന്നെ ഈ പ്രവണതയിലേക്ക് സ്വാഗതം ചെയ്യുകയും എനിക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന് എന്നെക്കുറിച്ച് ഒരു സംക്ഷിപ്ത രൂപം ഞങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ഇന്ന് ഈ ഇടവകയുടെ ഉത്തരവാദിത്തം, അതിൻ്റെ ചാർജ് എന്നെ ഏൽപ്പിക്കാനായിട്ട് എത്തിച്ചേർന്നതാണ് ബഹുമാനപ്പെട്ട സക്കറിയാസ് പാട്ടരാജന് ഞാൻ ഏറ്റവും സ്നേഹത്തോടു കൂടെ ഈ അവസരത്തിൽ നന്ദി അർപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇടവകയെ കഴിഞ്ഞ 12 വർഷമായിട്ട് നയിക്കുന്ന ബഹുമാനപ്പെട്ട ഡഗ്ലസ് അച്ഛനുമായി ഫോണിൽ സംസാരിച്ചപ്പോൾ അച്ഛൻ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ എനിക്ക് ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു തരികയും വളരെ സന്തോഷത്തോടുകൂടെ എന്നെ ഈ ദിവസം സ്വീകരിക്കുകയും ചെയ്തു. മാത്രമല്ല കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഈ ഒരു ദിനത്തിന് വേണ്ടി, നിമിഷത്തിന് വേണ്ടി അച്ഛൻ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ടെന്നും അതിനുവേണ്ടി ഒരുക്കങ്ങൾ ചെയ്യുന്നുണ്ടെന്നും എനിക്ക് അറിയാൻ സാധിച്ചു. 1-2 തവണ ഞാനിവിടെ വരികയും അച്ഛനോട് നേരിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. അച്ഛൻ്റെ ഒരു പ്രയത്നവും സമർപ്പണവുമെല്ലാം
ഈ ദേവാലയത്തിലും ഈ ദേവാലയ പരിസരത്തിലും എത്തിച്ചേരുമ്പോഴേക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇന്ന് എന്നെ ഈ ഇടവകയിലേക്ക് സ്വീകരിച്ച, എനിക്ക് ഊഷ്മളമായൊരു സ്വാഗതം നൽകിയ ബഹുമാനപ്പെട്ട ഡഗ്ലസ് പിൻകറോച്ചൻ ഞാൻ ഏറ്റവും സ്നേഹത്തോടുകൂടെ നന്ദി അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന് തന്നെ ഞാൻ മനസ്സിൽ സ്ഥാനം നൽകിയിട്ടുള്ള ബഹുമാനപ്പെട്ട ധവനിക അച്ഛൻ ഞാൻ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി സേവനം ചെയ്തിരുന്ന ക്രിസ്തുരാജ ഇടവകയുടെ മുൻ വികാരി കൂടിയാണ്. ഇന്ന് ഞാൻ ഇടവകയുടെ സ്ഥാനം ഒഴിയുന്ന അവസരത്തിൽ അച്ഛൻ ആ ഇടവകയിൽ എത്തിച്ചേരുകയും ഇന്ന് ഞാനിവിടെ പുതിയൊരു ദേവാലയത്തിൻ്റെ സാരഥ്യം ഏറ്റെടുക്കുമ്പോൾ എന്നോടുകൂടെ ആയിരിക്കുകയും ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷവും അഭിമാനവുമുണ്ട്. അച്ഛൻ്റെ ആ നല്ല മനസ്സിനെ ഞാൻ ഏറ്റവും സ്നേഹത്തോടുകൂടെ നന്ദി അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആലപ്പുഴ ക്രിസ്തുരാജ ഇടവക അംഗമായ ബഹുമാനപ്പെട്ട സ്റ്റീലച്ചൻ സെയിൻറ്റ് ജോസഫ് കോളേജിൽ പുസ്തകമായി സേവനം അനുഷ്ഠിച്ച് വരുന്ന ബഹുമാനപ്പെട്ട ജോസഫ് പള്ളിപ്പറമ്പച്ചൻ ഇവരുടെ സാന്നിധ്യം എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹമാണ്. ഇവരുടെ പ്രാർത്ഥന എനിക്ക് സഹായമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് പള്ളിപ്പറമ്പച്ചനും സ്റ്റീലച്ചനും ഏറ്റവും സ്നേഹത്തോടുകൂടെ ഞാൻ നന്ദി അർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ സാന്നിധ്യത്തിനും പ്രാർത്ഥനയ്ക്കും നന്ദി സ്നേഹവും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട ചാൻസലർ അച്ഛൻ ഈ ഇടവകയിലേക്ക് ട്രാൻസ്ഫറായി വരുന്നതിനെ കുറിച്ച് പറഞ്ഞ അവസരത്തിൽ ആദ്യം സൂചിപ്പിച്ച ഒരു കാര്യമാണ് ഇവിടെയുള്ള സിസ്റ്റേഴ്സിനെ കുറിച്ച്. സിസ്റ്റേഴ്സ് ബഹുമാനപ്പെട്ട ഡഗ്ലസ് അച്ഛനോട് കാണിച്ചിരുന്ന സ്നേഹം, കരുതൽ തീർച്ചയായിട്ടും അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ട്. സന്തോഷത്തോടുകൂടെ പ്രതീക്ഷയോടുകൂടെ തന്നെയാണ് ഞാൻ ഈ ഇടവകയിലേക്ക് വന്നിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് ഞാൻ ഈ അവസരത്തിൽ സ്നേഹത്തോടുകൂടെ നന്ദി അർപ്പിക്കുന്നു. ആറാട്ടുവഴി ക്രിസ്തുരാജ ഇടവകയിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള സ്നേഹം നിറഞ്ഞ സഹോദരങ്ങൾ, പ്രത്യേകിച്ച് ഇടവകയുടെ കൈക്കാരന്മാർ, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, കേന്ദ്ര സമിതി അംഗങ്ങൾ, അതുപോലെ തന്നെ ഇടവകയിലെ യുവജനങ്ങൾ, കുറച്ചുപേര് വളരെ സന്തോഷത്തോടുകൂടെ എന്നെ ഇവിടെ യാത്രയാക്കാനായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ നല്ല മനസ്സിന് കഴിഞ്ഞ ഒരു വർഷക്കാലം വഴി നൽകിയ എല്ലാ സഹകരണത്തിനും ഞാൻ ഈ അവസരത്തിൽ ഏറ്റവും സ്നേഹത്തോടുകൂടെ നന്ദി അർപ്പിക്കുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട ഡഗ്ലസ് അച്ഛൻ്റെ നിർദ്ദേശാനുസരണം ഇവിടെ എത്തിച്ചേർന്ന നല്ലവരായ എല്ലാ ഇടവകങ്ങൾക്കും ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്ന മറ്റ് എല്ലാ സഹോദരങ്ങൾക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.